വിഷമിക്കണ്ട, മാറും, എല്ലാ വേദനയും മാറും. വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യും. വിഷമിക്കണ്ട, അറിയല്ലേ, വിഷമിക്കല്ലേ. എന്റെ അമ്മയാണ്, ഞാൻ നേഴ്സാണ്. എന്നെ കഷ്ടപ്പെട്ട് എന്റെ അമ്മ പഠിപ്പിച്ചത്. അമ്മയുടെ രോഗം പോലും മറച്ചു വെച്ച് എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. എന്റെ അമ്മയ്ക്ക് കരൾ രോഗം ബാധിച്ച് ഇപ്പൊ ഗുരുതരമായിട്ട് കിഡ്നിയും ബാധിച്ചിരിക്കുകയാണത്. എത്രയും പെട്ടെന്ന് തന്നെ കരൾ മാറ്റി വെച്ചില്ലെന്നുണ്ടെങ്കിൽ, ഒരാഴ്ചക്കുള്ളിൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ ജീവൻ തന്നെ പോകും. എന്റെ അമ്മ എനിക്ക് തിരിച്ചു വേണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ സഹായിക്കണം. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. എന്റെ അമ്മയില്ലെന്ന് വേറെ ആരുമില്ല. എന്റെ അമ്മയുടെ അസുഖം കാരണം എനിക്ക് എന്റെ ജോലി പോലും ഉപേക്ഷിച്ച് വരേണ്ട അവസ്ഥയാണ്. ഞാനാണ് എന്റെ അമ്മയ്ക്ക് കരൾ കൊടുക്കാൻ പോകുന്നത്. വേറെ ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണം. എനിക്ക് എന്റെ അമ്മയെ തിരിച്ച് കിട്ടണം. ഫിറോസ് കുന്നംപറമ്പിലാണ്. മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ. ഈ ഭൂമിയില് വിലമതിക്കാനാവാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയാണ്, അമ്മയാണ്, അല്ലെ? ഈ ഒരു മകള് തന്റെ അമ്മയുടെ ജീവന് വേണ്ടിയിട്ടാ നമ്മുടെ മുന്നില് കരഞ്ഞുകൊണ്ട് കൈനീട്ടുന്നത്. ആരുമില്ലാത്തൊരു കുടുംബമാണ്. ഈ മകളെ പഠിപ്പിച്ച് നേഴ്സാക്കി തന്റെ രോഗവും തന്റെ വേദനയും തന്റെ പ്രയാസങ്ങളും മറച്ചു വെച്ചിട്ട് തന്റെ മകളെ പഠിപ്പിച്ച് ഒരു നേഴ്സാക്കിയിട്ട് ഇന്ന് കരൾ രോഗം ബാധിച്ച് അത് കിഡ്നിയെ ബാധിച്ചിട്ട് ഈ ഒരു അവസ്ഥയില്, ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജില് കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ ഈ അമ്മ ഇവിടെ കിടക്കുമ്പോ ഒരു പക്ഷെ താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം, ഈ ഒരൊറ്റ മോള് മാത്രമാണുള്ളത്. ജോലിയെല്ലാം കളഞ്ഞിട്ട് ഈ മോള് ഈ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. ഈ അമ്മയ്ക്ക് കരള് പകുത്തു നൽകുന്നതും ഈ മകളാണ്. ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ടവരോടാണ്, വളരെ എമർജൻസി ആയിട്ട് ലില്ലി എന്ന് പറയുന്ന ഈ സഹോദരിയുടെ കരള് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ 35 ലക്ഷം രൂപ കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ നമസ്കാരം, ഞാൻ ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് മൂതാക്കരയിലുള്ള ഞങ്ങളുടെ ഒരു സഹോദരി ലില്ലി കഴിഞ്ഞ കുറേ കാലമായി ഗുരുതരമായ കരരോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ കഴിയുകയാണ്. വളരെ നിർധനമായ ഒരു കുടുംബം.